കാഴ്ചയും കഥയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിലെ സണ്ണിമീൻ പറയുന്ന മഞ്ഞ പൂക്കളും ചുറ്റും മലകളും ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് മഞ്ഞ പൂക്കൾ കിട്ടിയില്ല, നീലപ്പൂക്കളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മേഘാലയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മേഘങ്ങളുടെ ആലയം എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മേഘാലയയുടെ പേര് സൂചിപ്പിക്കുന്ന പോലത്തെ തന്നെ മേഘങ്ങളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകള്, ഇവിടുത്തെ വ്യൂ പോയിന്റ്, പിന്നെ എന്താ കുറച്ച് കുക്കിംഗ് സ്കിൽസ്. ഗ്രാമത്തിലോട്ട് കയറിയപ്പോ തന്നെ നമ്മൾ കാണുന്നത് അവിടുത്തെ ആൾക്കാര് വലിയ ബാരലും ചുമന്നുകൊണ്ട് വെള്ളം എടുത്തു പോണതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, മേഘാലയയിൽ ഇത്രയൊക്കെ മഴ പെയ്താലും ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമാണ്. അപ്പൊ ഇതാണ് മേഘാവൃതമായ ഗ്രാമം. We are at Nongjong village. It's very difficult to pronounce also, and it's feeling like I'm at the top of the sky. നമ്മുടെ ഡോക്ടർ ആര്യം പറഞ്ഞ പോലെ ഇതാണ് നോങ്ജറോങ് ഗ്രാമം. ശരിയാ ചക്കൻ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് പറയാൻ. പിന്നെ പുള്ളി ഹിമാചലി ആയതുകൊണ്ടാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് വഴിയെ ചക്കനെ മലയാളം പഠിപ്പിക്കാം. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ആൾക്കാർ മെയിനായിട്ട് സൂര്യോദയം കാണാനാണ് വരിക. അപ്പൊ അവര് തലേന്ന് തന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്ത് താമസിച്ച് രാവിലെ എണീച്ച് വ്യൂ പോയിന്റിൽ വന്ന് കാണും. സൂര്യോദയം എന്ന് പറയുമ്പോൾ ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന് പ്ലസ് നമ്മളിങ്ങനെ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. പക്ഷെ ഞങ്ങൾ വീണ്ടും എന്നത്തെ പോലെ വൈകി സുഹൃത്തുക്കളെ. വൈകി എന്ന് പറഞ്ഞാൽ ഒരു 5:30-6 മണി അപ്പത്തേക്കും സൂര്യൻ ഉദിച്ച് സൂര്യന്റെ പാട്ടിന് പോയി. പക്ഷെ സൺറൈസ് കിട്ടിയില്ലെങ്കിലും മേഘങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴും മേഘത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ മേഘത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന പോലെയാണ് ഇപ്പോഴും അത് ഫീൽ ചെയ്യുക. ഒരു ദിവസം ഞങ്ങൾ എന്തായാലും സൺറൈസ് പിടിച്ചിരിക്കും. മേഘാലയയിൽ വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്ത് തലേദിവസം തന്നെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. സൂര്യോദയവും നല്ല തണുത്ത കാറ്റും താഴെ ഒഴുകി പോണ മേഘങ്ങളും ഒരു സ്വർഗം കണ്ട ഫീലാ. സൂര്യാസ്തമയം കഴിഞ്ഞൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മേഘങ്ങളും എല്ലാം മാറി തുടങ്ങും. അപ്പോഴാണ് നമുക്ക് താഴെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതാണെങ്കിൽ ഞാൻ പണ്ട് സഞ്ചാരത്തിലൊക്കെ വിയറ്റ്നാമൊക്കെ കാണുന്ന പോലെ നല്ല ചിത്രം വരച്ച പോലെയുള്ള കൃഷിയിടങ്ങളാണ് താഴെ കാണുന്നത്. ആ കൃഷിയിടത്തിന്റെ നടുക്കൂടെ ഒരു വലിയ നദിയും പോകുന്നുണ്ട്. അത് ഉംഗോത്ത് നദിയാണ്. മേഘാലയയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള ഉംഗോത്ത് നദിയില്ലേ, ആ നദിയാണിത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക ദൗക്കി റിവർ എന്നായിരിക്കും. പക്ഷെ ദൗക്കി ആ ഗ്രാമത്തിന്റെ പേരാണ്. നദിയുടെ പേര് ഉംഗോത്ത് നദി എന്ന് തന്നെയാണ്. നമ്മളെന്തായാലും മേഘാലയ മൊത്തം പോകുന്നുണ്ട്. അപ്പോൾ ദൗക്കിയുടെ വിശേഷം നമുക്ക് അവിടെ പറയാം. പിന്നെ കയാക്കിങ്, റാഫ്റ്റിംഗ് പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ റിവറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രാമവാസികൾ, കുട്ടികളടക്കം എല്ലാവരും താഴോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടുത്തെ ഗ്രാമവാസികൾ മൊത്തം താഴത്തെ കൃഷിയിടത്താണ് പണിയെടുക്കുന്നത്. അവിടെ അവർക്ക് ചോളം, നെല്ല്, പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൃഷിയാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി. അപ്പോൾ ആര്യം വീണ്ടും ആ സ്ഥലത്തെ പറ്റി ഒന്നുകൂടെ പറയാണ്. അങ്ങനെ ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് കുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറിയപ്പോഴത്തേക്കും പള്ളി മണി കേട്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ പള്ളിയൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണെങ്കിൽ മെജോറിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇടയ്ക്ക് പള്ളിയുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ആ പള്ളിയിലാണെങ്കിൽ ചെറിയ കുഞ്ഞു ഭാഗം വായിക്കാൻ പോകുന്നു. കറക്റ്റ് അറിയില്ല, എന്തോ ഒരു പറയുന്നുണ്ടായിരുന്നു. ചെറിയ ഭാഗം നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അവിടെ കുർബാന നടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ ആ പെയിന്റിങ് പോലെയുള്ള സ്ഥലം കാണാൻ പറ്റും. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പം ആര്യം ഒന്നും കൂടെ വർണ്ണിക്കുകയാണ്. Yes, this is not China, it's India, Nongjong, Meghalaya. और ये सारे खेत जो पानी से भरे हुए हैं, बहुत सुंदर है।
അങ്ങനെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കുഞ്ഞു മക്കളെയൊക്കെ കണ്ടു. ഞാൻ അവരോട് പോയി സംസാരിച്ച് കൈയൊക്കെ കൊടുത്ത് ഞാൻ പേരെന്താന്നൊക്കെ ചോദിച്ചു, പക്ഷെ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് അവിടുത്തെ വീടുകൾ. അവിടുത്തെ അധികം വീടുകൾ ഷീറ്റും തടിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാ വീടിന്റെ മുന്നിലും നല്ല ഭംഗിയുള്ള പൂന്തോട്ടമൊക്കെ ഇവര് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ വീട്ടിലും പശു, കോഴി, പന്നി അതുപോലത്തെ വളർത്തുമൃഗങ്ങളും. അത് മാത്രല്ല, ഇവിടെ വെള്ളക്ഷാമം ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും ഉണ്ട്. മുള കൊണ്ടാണ് അവരെ പൈപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെ ഉള്ളത്. വാട്ടർ ഹാർവെസ്റ്റിംഗ് മാത്രമല്ല, സോളാർ പാനൽ വരെ ഉണ്ട് എല്ലാ വീട്ടിലും തന്നെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്രാമത്തിന്റെ വൃത്തിയാണ്. ഒരു തുള്ളി വേസ്റ്റ് പോലും ഇല്ല, എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഒട്ടുമിക്ക ഉള്ളിലുള്ള എല്ലാ ഗ്രാമങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റി തിരിച്ച് വന്ന് കാർ പാർക്കിങ്ങിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ അവിടെ ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു. അപ്പാപ്പനാണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അപ്പാപ്പൻ പേര് പറഞ്ഞെങ്കിൽ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അപ്പാപ്പനെ പല്ലില്ലാത്ത അപ്പാപ്പൻ വിളിക്കും. അപ്പം നമ്മുടെ പല്ലില്ലാത്ത അപ്പാപ്പൻ ഞങ്ങളെ അകത്തോട്ട് ക്ഷണിച്ചു. പുള്ളിയുടെ ഒരു ചെറിയ കട സെറ്റപ്പ് ഒക്കെയാണ്. ചെറുതായിട്ട് വെള്ളം, കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ അവിടെ ഉണ്ട്. Oh, acha. And this one is Duma. Duma Sulim. Oh, can you show us like how to use it? Ya, peto. Kelana tu. ഭയങ്കര സ്നേഹമുള്ള ഒരു അപ്പാപ്പൻ്റെ ആയിരുന്നു. പുള്ളിയാണെങ്കിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ TV ഒക്കെ ഇട്ടത്. മൂപ്പർക്ക് പക്ഷെ ഹിന്ദി ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിളമ്മച്ചോട് ചോദിച്ച് കാസിയിലങ്ങ് അലക്കി. അതന്നെ ഇതൊന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പരങ്ങ് ഡെമോ കാണിച്ചു തന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഗ്രാമത്തിലെ സ്കൂള് കണ്ടത്. ചെക്കന് വീണ്ടും മക്കളാച്ചി അടിച്ച്. അങ്ങനെ വീണ്ടും പുള്ളി അതിനെക്കുറിച്ച് 2 വരി പറഞ്ഞു. 1952 ഈ സ്കൂള് നിർമ്മിച്ചത്. അതിലെ സോളാർ സിസ്റ്റമാണ് ചെക്കന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട 2 പേരോട് ആ താഴോട്ട് എങ്ങനെയാ ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. നല്ല താഴോട്ട് വിട്ടു. കുറച്ച് അധികം ദൂരം ഉണ്ട് നടക്കാൻ. അത് പിന്നെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ താഴെ എത്തിയതാണ് കാണിച്ചത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ നെൽകൃഷി. ആ മോളിൽ നിന്ന് നോക്കുമ്പോൾ ചിത്രം വരച്ച പോലെ കാണുന്ന നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടുന്ന് നമുക്ക് ഗോത്ത് റിവർ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു നദിയാണ്. പിന്നെ ഇപ്പൊ ഫിഷിംഗ് സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ മീൻ പിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും 2 ആൾക്കാർ പാരലായിട്ട് നിന്നിട്ടാണ്. അതായത് 2 ചൂണ്ടൻ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ 2 പേര് ഒരുമിച്ചേ നീക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ മീൻ പിടിക്കുന്നത്. ഇവിടുത്തെ ഉരുളും കല്ല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം അവിടെ വിശ്രമിക്കാം. പക്ഷെ ആരും പോയി അവിടുത്തെ മീൻപിടുത്തക്കാരോടൊക്കെ മിണ്ടാനൊന്നും നോക്കി. പക്ഷെ അധികം ആൾക്കാർ മീൻപിടുത്തത്തിന്റെ തിരക്കിലായിരുന്നു. പിന്നെ ചെറിയൊരു ഭാഷയുടെ പ്രശ്നമുണ്ട്. പിന്നെ പുള്ളിയാണെങ്കിൽ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങായിനെ തപ്പി പിടിച്ച് പോയി മുണ്ടി. അപ്പൊ മൂപ്പര് ഇവിടുത്തെ ട്രഡീഷണൽ ഫിഷ് ട്രാപ്പ് ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതാണ് ആ ഫിഷ് ട്രാപ്പ്. മുള വെച്ചാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ മീൻ പിടിച്ചു കഴിയുമ്പോൾ മീനിനെ ഇടാനും അവരത് ഉപയോഗിക്കും. അതിൻ്റെ ഉള്ളിലാണ് വലിയൊരു മീനും ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പുള്ളിയാണെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പാടത്തും വരമ്പത്തും ഒക്കെ നടന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാൻ സെറ്റാക്കി വന്നപ്പോഴത്തേക്കും മേഘാലയായി. ഒരു രക്ഷയില്ലാത്ത മഴ. ഞങ്ങൾ പിന്നെ മഴ പോയിട്ട് നോക്കാന്നൊക്കെ വിചാരിച്ച് ചിറാപ്പുഞ്ചി മഴത്തൊക്കെ ആസ്വദിച്ച് അവിടെ മേഞ്ഞു നടന്ന പശുവിനെയൊക്കെ കണ്ട് അവിടെ നിന്നു. പക്ഷെ മഴ ഒരു കാരണവശാലും പോകും. കുറേ ഞങ്ങൾ നോക്കി. പക്ഷെ മഴ പോവാത്ത കൊണ്ടും വിശപ്പ് കൂടി വരുന്നതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു അവിടെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ മീൻപിടുത്തക്കാർ ചേട്ടന്മാർ വന്ന് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്കും അവിടെ ഫുഡ് ഉണ്ടാക്കാം, അവരവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരുന്ന് ഉണ്ടാക്കാം. എന്തായാലും മഴ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അവരവിടെ അടുക്കളയൊക്കെ ഉണ്ടായിരുന്നു. അവരടുക്കളയിൽ ഉണ്ടാക്കുന്നു, ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഉണ്ടാക്കും. അപ്പുറത്തെ മീൻകറി, ഇപ്പുറത്തെ എഗ് റോൾ. അപ്പം നമ്മളിന്ന് ചീസ് എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ആര്യനാണ് ഇന്ന് ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഒരു ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി പരത്തിക്കുന്നു. നല്ല റൗണ്ട് ഷേപ്പിൽ. ഞാനൊക്കെ പരത്തുമ്പോൾ ഇപ്പോഴും ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഭൂപടം പോലെയാണ് ചപ്പാത്തി ഇരിക്കാറ്.
അപ്പോൾ കുറച്ച് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ ചെക്കനെ പറഞ്ഞു വിട്ടു. ചെക്കൻ സോസ്പാനും എടുത്ത് അടുക്കളയിൽ പോയി. പിന്നെ അവരുമായിട്ട് കമ്പനി അടിച്ച് ചെക്കൻ അവിടെ അങ്ങ് നിൽപ്പായി. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരവിടെ മീൻകറി ആക്കുകയാണ്. ഒന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ കുറച്ച് പരൽമീൻ എടുത്തിടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി തിളപ്പിക്കുക, മീൻകറി റെഡി. അത്രേ ഉള്ളൂ, സോ സിമ്പിൾ. പക്ഷേ ഇവരാണെങ്കിൽ വീഡിയോ എടുക്കാൻ തീരെ സമ്മതിക്കില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ചെക്കൻ്റെ കഴിവ് വെച്ച് പറഞ്ഞ് വീഴ്ത്തിയാണ് ഇത്രയെങ്കിലും ഞാൻ ഒപ്പിച്ചത്. ഇതാണ് ആ കുഞ്ഞു കുഞ്ഞു പരൽമീൻ. ഇതവർ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഫിഷ് ട്രാപ്പ് വെച്ചിട്ടാണ് ഈ മീനിനെ പിടിക്കുന്നത്. ഇവിടെ അധികം ആൾക്കാരും പൊക്കുകയും ചെയ്യും, മുറുക്കാനും ചവയ്ക്കും. പക്ഷേ സിഗരറ്റല്ല ഇവർ വലിക്കുക, ഇവിടുത്തെ ലോക്കൽ ടൊബാക്കോ ആണ് അവർ തന്നെ ഉണ്ടാക്കി വലിക്കുകയാണ് ചെയ്യും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ടൊബാക്കോ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ കഞ്ചാവാണെന്ന് തോന്നുമെങ്കിലും ഇത് കഞ്ചാവല്ല, ഇവിടുത്തെ ലോക്കൽ ടൊബാക്കോ ആണ്. പക്ഷെ നല്ല കിക്ക. ഞാനൊന്ന് വലിച്ചു നോക്കി നല്ല കറങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു വന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീല് തോണ്ടിക്കൊണ്ടിരിക്കുന്ന. അപ്പം അങ്ങനെ റീല് തോണ്ടി ഓരോ വീഡിയോ ഇങ്ങനത്തെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്ത് പോകണമെന്നൊക്കെ എനിക്കും തോന്നുന്നു. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകണം, കുറേ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരൊക്കെ കാണണം. അത് ജീവിതത്തിൻ്റെ വേറെ അനുഭവവും പാഠമൊക്കെ ആയിരിക്കും. കേൾക്കുമ്പോൾ ഒരു തള്ള വൈബായിട്ടൊക്കെ തോന്നും, പക്ഷെ എന്നാലും നിങ്ങളൊരു മൊമെൻറ്റിൽ അത് ചെറിഷ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. യാത്രകൾ എപ്പോഴും ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. അപ്പം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി യാത്ര ചെയ്യണം. കുറേ ദൂരമൊന്നും പോകണ്ട, അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ആസ്വദിച്ച് തിരിച്ച് വീട്ടിൽ വന്നാലും മതി, അത്രയൊക്കെ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ചപ്പാത്തി എത്രയോ ഉണ്ടാക്കി. ഇതും വളരെ സിമ്പിളാണ്. ചപ്പാത്തി വയ്ക്കുക, ചെയ്യുക, മുട്ട വയ്ക്കുക, അതിൻ്റെ മുകളിൽ ചപ്പാത്തി ഇടുക, ഒരു പീസ് സൈസ് വെക്കുക, കുറച്ച് വെജിറ്റബിൾസ് ഇടുക. വളരെ സിമ്പിൾ. പിന്നെ മേഘാലയം വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ വാട്ടർഫോൾസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നുമല്ല, ഇവിടെ നല്ല ഭംഗിയുള്ള ഫാഷൻ ഇഷ്ടം പോലെ. പിന്നെ കുറേ ഭംഗിയുള്ള മനുഷ്യന്മാരുണ്ട്, കുറേ ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള ട്രഡീഷണൽ ഫെസ്റ്റിവലും ഇവിടുത്തെ ഡാൻസുമൊക്കെ കാണിച്ചു തരാൻ ഞങ്ങൾ ശ്രമിക്കും. എല്ലായിടത്തും ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പബ്ലിക് അലൗഡ് ആയിട്ടുള്ള സ്ഥലത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ ട്രൈബ് കൾച്ചറും അവരുടെ സിസ്റ്റമൊക്കെ ആയതുകൊണ്ട് പല ഗ്രാമത്തിലേക്ക് പോലും നമുക്ക് ആക്സസ് ഇല്ല. അതിനും നമുക്ക് ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടെങ്കിലേ അവർ ഗ്രാമത്തിലേക്ക് കയറ്റി വിടുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചീസ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായയും കൂടെ ഉണ്ടാക്കാം. അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് പൊട്ടിച്ച് വേണം. അപ്പോൾ അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കുറേ നടക്കുന്നതുകൊണ്ട് പാല് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ തൊട്ടു മുന്നേ അതിൽ നടന്നു പോയ ചെക്കന്മാർ ചുരിയേക്കുന്നതും ബാമ്പുവിൻ്റെ കുലയാണ്. ഇവിടുത്തെ ഫിഷ് ട്രാപ്പ് ആണെങ്കിലും ബാമ്പുവിൻ്റെ ആണ്. ബാമ്പു ഇവരുടെ ഒരു മെയിൻ ഐറ്റമാണ്. ഫുഡിൽ പോലും അവർ ഭയങ്കരമായിട്ട് ബാമ്പു ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫിഷ് ട്രാപ്പും കൂടെയൊക്കെ കണ്ട് ഞങ്ങളൊരു കല്ലിലിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പാല് കൊടുത്ത പട്ടികൾ വന്നു. ഞാൻ 2 വിശേഷം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളി എൻ്റെ മടിയിലായി കയറി ഇട്ടു. അപ്പോൾ ഇന്നത്തെ കാഴ്ചയും കഥയൊക്കെ ഏതാണ്ട് അവസാനിച്ചു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.